അടുക്കളയിലേക്ക് ഏവർക്കും സുസ്വാഗതം. എല്ലാവരും ഈ ഷോ കാണുന്നുണ്ടെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പീസ് അല്ലേ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നും ഒരു ചിക്കൻ സാൻഡ്വിച്ച്, നമ്മൾ വെജിറ്റബിൾ സാൻഡ്വിച്ച് എന്താ പറയുക, ഫിഷ് സാൻഡ്വിച്ച് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ ചിക്കൻ സാൻഡ്വിച്ച് നമുക്കൊന്ന് നോക്കണ്ടേ. വെജിറ്റബിൾ സാൻഡ്വിച്ച് മാത്രം വെജിറ്റേറിയൻസിനെ സുഖപ്പെടുത്താൻ പോരല്ലോ, നമുക്ക് നോൺ വെജ് ആൾക്കാരെ ഒന്ന് തൃപ്തിപ്പെടുത്തണ്ടേ. അപ്പോൾ ഈ ചിക്കൻ സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയ സാധനങ്ങൾ: ചിക്കൻ. ഈ ചിക്കൻ പീസ് നമ്മൾ സാധാരണ കുരുമുളകും ഇച്ചിരി ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത ഈ ചിക്കൻ പീസ്, ഇതങ്ങനെ എടുത്ത ചിക്കൻ പീസസാണ്. ഇതിന് നമുക്ക് മിൻസ് ചെയ്യണം. ഇത് ചിക്കൻ പീസ് വേവിച്ചെടുത്ത് കുരുമുളക് ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത ചിക്കൻ പീസ്. പിന്നെ ഇത് പാല്, കുരുമുളക് പൊടി, മൈദ, ഉപ്പ്. അപ്പോൾ ഈ ചിക്കൻ സാൻഡ്വിച്ചിന് എന്താ ചെയ്യണം, ആദ്യം നമുക്ക് അതിനുള്ള സോസ് ഉണ്ടാക്കണം. ആ സോസും ഈ ചിക്കനും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ചിക്കൻ സാൻഡ്വിച്ചിന് അകത്ത് സ്റ്റഫ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ സോസിനായിട്ട് ആദ്യം നമുക്ക് ഒരു പാൻ കത്തിക്കാം. ഈ പാൻ ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം കുറച്ച് പാല്, അതിൽ കുറച്ച് വൈറ്റ് സോസ്, ഈ വൈറ്റ് സോസ് ഉണ്ടാക്കിയാണ് ഈ ചിക്കന് മിക്സ് ചെയ്താണ് എൻ്റെ സ്റ്റഫ് ഉണ്ടാക്കുന്നത്. അപ്പം വൈറ്റ് സോസിന് ആവശ്യമായിട്ട് കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിക്കാം. ഞാനൊരു ഒരു കപ്പ് പാലാണ്, ഇതിൻ്റെ അളവിലൊരു പാലൊഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോഴത്തേനും മൈദ പൗഡർ ഇടാം നമുക്ക്. അപ്പോൾ ഞാനിത് കാണിച്ചിരിക്കുന്നത് വെച്ചാൽ ഈ ബ്രെഡ് സ്ലൈസ്, സാധാരണ നമ്മൾ ബ്രെഡ് സ്ലൈസിലാണ് കാണിച്ചത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നമുക്ക് ബണ്ണായിട്ട് കിട്ടുമല്ലോ, അങ്ങനത്തെ ഈ ബർഗറിൻ്റെ ബ്രെഡ് അല്ലെങ്കിൽ ഈ ചിക്കൻ റോളിൻ്റെ ബ്രെഡ്, അതിനകത്തൊക്കെ ഇത് ചേർക്കാം. അതിനകത്താണ് കുറച്ചും കൂടെ ഈ സ്റ്റഫ് നല്ലത്. ഇപ്പം നമുക്കത് ഇവിടെ സൗകര്യമായിട്ട് നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രെഡ് സ്ലൈസ് എടുത്തേക്കുന്നത്. നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ള ഈ സോസ് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു പാട്. അപ്പോൾ സോസ് ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കുമ്പോഴത്തേനും നമ്മൾ ഈ മാവ് പൊടി, അതായത് മൈദ പൗഡർ, ഒരു 2 ടേബിൾ സ്പൂൺ മൈദ പൗഡർ. ഇനി ഇതിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കണം. ഇപ്പോൾ ശകലം പാൽ ഒഴിച്ചു, 2 ടേബിൾ സ്പൂൺ മൈദ ഒഴിച്ചു. ഇതിന് നമുക്ക് കുറച്ചും കൂടെ ലൂസായി കിട്ടണം, ഇങ്ങനത്തെ തിക്നെസ് പാടില്ല. അപ്പോൾ കുറച്ച് പാലും കൂടെ നമുക്ക് ഒഴിച്ചാൽ മതി. നമ്മൾ കട്ട കെടാതെ നമ്മൾ പരമാവധി അത് നന്നായിട്ട് യോജിപ്പിക്കണം. സാധാരണ ചിക്കനകത്ത് നമ്മൾ കുരുമുളക് പൊടി ഇട്ടാണ് വേവിച്ചത്, എന്നാലും വൈറ്റ് സോസിന് കുരുമുളക് പൊടി വേണം. ആദ്യം നമ്മൾ ഇച്ചിരി പാലൊഴിച്ചു, മൈദ പൗഡർ ഇട്ടു. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് അധികം വേണ്ട, ശകലം. നമ്മളത് തീ കുറച്ചിടണം. ഒത്തിരി തീ ഇട്ടാൽ ഇതങ്ങ് പെട്ടെന്ന് കയറി കട്ട പിടിക്കും. ശരിക്കും പറഞ്ഞാൽ ഇത്ര കൂടി കട്ട വരാൻ പാടില്ല. മാക്സിമം നമ്മൾ കട്ടയില്ലാത്ത രീതിയിൽ എടുക്കണം. ഈ സോസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അരച്ചു വെച്ച ഈ മിൻസ് ചെയ്ത ചിക്കൻ അതും കൂടി ഇതിലേക്ക്. എന്ത് വേഗമെന്നല്ലേ ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ സ്റ്റഫ് തയ്യാറായത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഒന്നും കൂടെ ഇളക്കാം. ഇപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിക്കൻ ഇത്രയും മീൻസ് ആകണ്ട, കുറച്ചും കൂടെ ചിക്കൻ്റെ അതേ പീസസ് വേണം, അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് അരയ്ക്കണ്ട. ജസ്റ്റ് അതിങ്ങനെ മെഷ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ നല്ല പേസ്റ്റ് പോലെ ഇരിക്കണമെങ്കിൽ ഇത് ഞാനിങ്ങനെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് കഴിയണം. ഇപ്പം നമ്മുടെ സോസ്, ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ സോസ് ഏകദേശം തയ്യാറായി കഴിഞ്ഞു. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് കുറച്ചും കൂടി, ഇതിപ്പോൾ നല്ല സോസ് പോലെ, ആ ഒരു വൈറ്റ് സോസ് എൻ്റെ മിക്സ് പോലെയാണ് വന്നേക്കുന്നത്. ഇതിലുണ്ടെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ പീസസ് ആയിട്ട് അങ്ങനെ നമുക്ക് കടിക്കണമെങ്കിൽ ഈ ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ ഇത്രയൊക്കെ അങ്ങോട്ട് അരയ്ക്കേണ്ട കാര്യമില്ല. പക്ഷേ ടേസ്റ്റ് കുറച്ചും കൂടെ ഇങ്ങനെ നന്നായിട്ട് അത് സോസായിട്ട് തന്നെ മെൽറ്റ് ചെയ്തെടുക്കുന്നത്.
അപ്പം ചിക്കൻ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ള സോസ് തയ്യാറായി. അപ്പോൾ സോസ് തയ്യാറാക്കാനുള്ള വളരെ എളുപ്പത്തിൽ നിങ്ങൾ മനസ്സിലാവും. ഒന്നുമില്ല, കുറച്ച് പാലൊഴിച്ചു കഴിഞ്ഞ് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ടു, പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടു, ഉപ്പിട്ടു, പിന്നെ മിൻസ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇടും. ചിക്കൻ പീസസ് മിൻസ് ചെയ്തത് നേരത്തെ ചിക്കൻ 2 പീസ് ബോൺലെസ് ആയിട്ടുള്ള 2 പീസ് വേവിച്ചെടുക്കണം. കുരുമുളകും ഉപ്പും ചേർത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒരു പേസ്റ്റ് പോലെ നമ്മൾ ബ്രെഡിലേക്ക് തേക്കുന്നു. ഇത് തന്നെ നമ്മളിപ്പം ബണ്ണിലോ അല്ലെങ്കിൽ എന്തിൽ വേണമെങ്കിലും ഈ ചിക്കൻ റോളിൻ്റെ ബ്രെഡിലോ എന്തിൽ വേണമെങ്കിലും നമുക്കത് തേക്കാവുന്നതാണ്. ഒന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ സോസ് ഇങ്ങനെ തേച്ച് തന്നെ നമുക്കൊന്നും കൂടെ ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നോർമലായിട്ട് നമ്മൾ പീനട്ട് ബട്ടറൊക്കെ തേക്കുന്ന പോലെ തേക്കാം. ഇതിനകത്ത് ഇനി നമുക്ക് ഇഷ്ടത്തിൽ വെജിറ്റബിൾസ് വേണമെങ്കിൽ സ്റ്റഫ് ചെയ്യാം, എല്ല് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എത്ര ഷടപടയെന്നൊരു ചിക്കൻ സാൻഡ്വിച്ച് തയ്യാറായതല്ലേ. അപ്പോൾ ഈ ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ സോസ് തേച്ചു. പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ വേണം. ചിക്കൻ മാത്രമായിട്ട് എങ്ങനെ കഴിക്കുന്നത്? അപ്പോൾ കുറച്ചും കൂടെ ഒരു ഗാർണിഷും ആവും, ടേസ്റ്റിയുമാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. കാണാൻ മാത്രമല്ല ഭയങ്കര ടേസ്റ്റിയാണ് ഈ ചിക്കൻ സാൻഡ്വിച്ച്. എല്ലാവരും മറക്കാതെ ഈ ചിക്കൻ സാൻഡ്വിച്ച് ട്രൈ ചെയ്യണം.